നമസ്കാരം, ദിയാസ് കിച്ചൺ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ചമ്മന്തിയാണ്. ഇത് ഏതിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ഇതിനായി അത്യാവശ്യം പുളിയുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടൊരു ചമ്മന്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ നാൾ കേടാവാതിരിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ആവശ്യമുള്ളതാണ് കുറച്ച് നാളികേരം. 1/4 കപ്പ് മുതൽ 1 കപ്പ് നാളികേരം വരെ ആവശ്യമായിട്ട് എടുക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതേ അളവിൽ തന്നെ ഉലുവ. ഇനി അടുത്തായിട്ട് എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകാണ് ആവശ്യമായിട്ടുള്ളത്. വറ്റൽമുളക് എടുക്കുമ്പോൾ പകുതി കാശ്മീരി വറ്റൽമുളകും പകുതി എരിവുള്ള വറ്റൽമുളകാണ് എടുക്കേണ്ടത്. അപ്പം അത്യാവശ്യം നല്ലൊരു കളറും എരിവും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 5 കാശ്മീരി വറ്റൽമുളകും 5 എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിരുന്നത്. ഇനി ഇവ 3ഉം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ടാണ് അതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ളത്. കാരണം മുളകായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് പോവും. അപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഏതാണ്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ മുളകിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കണം എന്നില്ല, ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്തായാലും നമുക്ക് മാങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂടി തന്നെ മാങ്ങ എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ സ്കിന്നോട് കൂടി തന്നെ എടുക്കാം. ഞാനിപ്പോൾ സ്കിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചി ഒരു ചെറിയ സൈസ് എടുത്താൽ മതിയാകും. വെളുത്തുള്ളി കുറച്ചധികം ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ആ മുളകിൻ്റെ ഞെട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അതോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ചെറു ചൂടോടെ തന്നെ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി അടുത്തായിട്ട് നമുക്ക് മാങ്ങയൊന്ന് ചതച്ചെടുക്കുക. മാങ്ങ ചതച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചതഞ്ഞ് പോവാതെ ചെറിയ തരിതരിപ്പായിട്ടാണ് ചതച്ചെടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം കൂടെ ചേർക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ചെറിയ നാളികേരമാണ് എടുത്തേക്കുന്നത്. അതല്ല, നാളികേരം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് തന്നെ ചതച്ചെടുക്കുക. ഇവിടെ ചെറിയ നാളികേരമാണ് എടുത്തത് കൊണ്ട് തന്നെ ആദ്യം മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് ഈ ചെറിയ നാളികേരം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തത്. ഈ ഒരു പരുവത്തിനാട്ടോ ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ക്ലിയറായിട്ട് കാണാനായിട്ടാണ് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയത്. അടുത്തായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ആ സെയിം പാനിലോട്ട് തന്നെ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇവ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ടൊന്ന് മൂത്ത് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി കുറച്ചധികം ചേർക്കണം കേട്ടോ, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ വെളുത്തുള്ളിയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് കുറേ നാൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാകും. അതുകൊണ്ട് തന്നെ ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട്, വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോക്കൂ, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന മാങ്ങയും നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ പച്ചമാങ്ങയുടെയും തേങ്ങയുടെയും പച്ച ചുവ നന്നായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ ഇതിൽ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പാണ് കുറച്ചധികം സമയം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാതിരിക്കും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലിയോടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. അങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നേ ഉള്ളൂ. ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെയല്ലേ അമ്മമാരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ?
അങ്ങനെ ഇപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 മുതൽ 4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കല്ലേ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാങ്ങ സീസണല്ലേ, പറ്റുകയാണെങ്കിൽ ഈ ഒരു ചമ്മന്തി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയും ഇതിൽ മസ്റ്റായിട്ട് ചേർക്കാനായിട്ടുള്ളതാണ് കുറച്ച് ശർക്കര പൊടിച്ചത്. ശർക്കര പൊടിച്ചത് കൊണ്ട് ചേർക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ പച്ചമാങ്ങയുടെ പുളിയും ആ മസാലയുടെ എരിവും പിന്നെ ഈ ഒരു ശർക്കരയുടെ മധുരവും കൂടെ ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. ഈ ശർക്കര കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എപ്പോഴും ശർക്കര ചേർക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ശർക്കര ചേർക്കുക. പൊടിച്ച ശർക്കര ആണെങ്കിലേക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. ഇനിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേട്ടോ. ഏതാണ്ട് ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി. ഈ സമയം ഉപ്പ് നോക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ എനിക്ക് എടുത്ത സമയം എന്നുള്ളത് മാക്സിമം ഒരു 20 മുതൽ 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലല്ലേ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. എൻ്റെ ഒരു കുക്കിംഗ് ടൈം ഇത്ര സമയം എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കറി കുറവാണെങ്കിലോ അല്ലെങ്കിൽ ചോറിന് കറി വേറെ ഒന്നും ഇല്ലെങ്കിലെന്നുണ്ടെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും. ഇനി ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണേ. അത് മസ്റ്റായിട്ട് ചേർക്കണം. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറവ് കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണേ. ഒട്ടും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ മാങ്ങ ചതച്ചതിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നാളികേരത്തിൻ്റെ ഈർപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറി ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. എന്നാലും മാത്രമേ ഇത് കുറേ നാൾ കേടാവാതിരിക്കും. കുറഞ്ഞതൊരു 2 മാസമെങ്കിലും കേടാവാതിരിക്കും കേട്ടോ. ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു ചമ്മന്തി 3-4 ദിവസം പുറത്തിരുന്നാലും കേടാവത്തില്ല. പിന്നെ കുറച്ച് അധികം ദിവസം നമുക്ക് കേടാവാതെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം വരെ കേടാവാതിരിക്കും. അപ്പോൾ കണ്ടെയ്നറിൽ വെക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെക്കല്ലേ. കഴിയുന്നതും ഗ്ലാസ് ബോട്ടിൽ തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റാട്ടോ. വേറെ ഒരു കറി ഇല്ലെന്നുണ്ടെങ്കിലും ചോറും ഈ ഒരു ചമ്മന്തിയും തൈര് മാത്രം മതി നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കുമ്പം ഇതിൽ ആ മാങ്ങയുടെ ഒരു പുളിയും അതുപോലെ തന്നെ മസാലക്കൂട്ടിൻ്റെ ഒരു എരിവും പിന്നെ നമ്മൾ ചേർത്ത ആ ഒരു ശർക്കരയുടെ മധുരവും കൂടി 3ഉം കൂടെ ചേർന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.